ചേലക്കരയിൽ വോട്ട് പെട്ടിയിലായി കഴിഞ്ഞു. അവിടെ ആര് ജയിക്കും എന്നത് ഇപ്പോൾ ഇങ്ങനെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എക്സിറ്റ് പോളുകളൊക്കെ ഇനിയേ പുറത്തു വരുള്ളൂ. കാരണം പാലക്കാട് ഇലക്ഷൻ കൂടെ കഴിഞ്ഞാൽ മാത്രമേ എക്സിറ്റ് പോളുകൾ പുറത്തു വരുള്ളൂ. പക്ഷേ ചില പ്രവചനങ്ങൾ ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. അതായത് മറുനാടൻ മലയാളി എന്ന് പറയുന്ന ഓൺലൈൻ ചാനൽ ഒരു ചെറിയ സർവേ നടത്തി, ചെറുതല്ല, ഒരു കാര്യമായൊരു സർവേ നടത്തി. ആ സർവേയിൽ അവിടെ ചേലക്കര ജയിച്ചു വരുന്നത് രമ്യ ഹരിദാസ് ആയിരിക്കുമെന്നുള്ള ഒരു വിവരം അവർ പുറത്തുവിട്ടിരുന്നു. ഇപ്പോഴിതാ രണ്ടാമത് തെരഞ്ഞെടുപ്പ് വിജയത്തിൻ്റെ പ്രവചനം നടത്തുന്ന ഒരു പ്രധാന വ്യക്തിയാണ് ഈ പറയുന്ന റാഷിദ് എന്ന് പറയുന്നത്. റാഷിദ് CP എന്നാണ്. അദ്ദേഹം തൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ ചേലക്കര ആര് ജയിക്കും, ഓരോ സ്ഥാനാർത്ഥിക്ക് എത്ര വോട്ട് കിട്ടുമെന്നതിനെക്കുറിച്ച് വ്യക്തമായി വിവരങ്ങൾ നൽകുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ അവിടെ റാഷിദ് കണ്ടെത്തിയിരിക്കുന്നത്, റാഷിദിൻ്റെ വിലയിരുത്തലിൽ, റാഷിദിൻ്റെ പ്രവചനത്തിൽ അവിടെ രമ്യ ഹരിദാസ് നേരിയ ഭൂരിപക്ഷം എന്ന് പറഞ്ഞാൽ 1800 വോട്ട്, 4400 വോട്ട്, മാക്സിമം പോയാൽ 4400 വോട്ട്, ഏറ്റവും കുറഞ്ഞാൽ 1500, 1800 വോട്ട്. ഇതാണ് റാഷിദ് ഇപ്പോൾ പ്രവചിച്ചിരിക്കുന്നത്. അത് എത്രമാത്രം ശരിയാകുമെന്ന് നമുക്ക് 23-ാം തീയതി മാത്രമേ നമുക്ക് മനസ്സിലാക്കാൻ കഴിയൂ. എന്തായാലും തെരഞ്ഞെടുപ്പുകളിൽ ഇത്തരം പ്രവചനങ്ങൾ വലിയ ശ്രദ്ധ നേടുകയും ചർച്ചയാവുകയും ചെയ്യുക പതിവാണ്. ഇപ്പോൾ റാഷിദിൻ്റെ കണക്കനുസരിച്ചിട്ട് UDFന് 41%, 44.5% വോട്ട് കിട്ടുമെന്നാണ്. അതായത് രമ്യ ഹരിദാസിന് 41%-നും 44.5%-നും അകത്ത് വോട്ട് കിട്ടും എന്നാണ് റാഷിദിൻ്റെ ഒരു കണക്കുകൂട്ടൽ, ഒരു വിലയിരുത്തൽ. LDFന് 40%, 40.5%-വും 43%-വും കിട്ടുകയുള്ളൂ എന്നാണ് റാഷിദിൻ്റെ കണ്ടെത്തൽ. BJPക്ക് 12.5%-വും 16%-വും, അതായത് 12.5-നും 16%-ഇടയിലാണ് BJPക്ക് കിട്ടാൻ പോകുന്ന വോട്ടിംഗ് നിലവാരം എന്നാണ് റാഷിദിൻ്റെ ഒരു വിലയിരുത്തൽ. DMK എവിടെ ഇപ്പോൾ മത്സരിക്കുന്ന നമ്മൾ അൻവറിൻ്റെ DMK ഉണ്ടല്ലോ, DMKക്ക് 1.5%-നും 3%-ഇടയിൽ വോട്ട് കിട്ടാനും സാധ്യതയുണ്ടെന്ന് പറയുന്നു. അപ്പോൾ അത് നിസ്സാര കാര്യമല്ല. ഒരു 3% എന്നുള്ള 2% വോട്ട് കിട്ടിയാലും 1.5 എന്ന് പറയുന്നത് പിന്നെ 1.5 കിട്ടിയാൽ പോലും അത് വലിയൊരു കാര്യം തന്നെയാണ്. ഒരു മാസങ്ങൾക്ക് മുമ്പ് രാഷ്ട്രീയ പാർട്ടിയായിട്ട് പോലും രംഗത്ത് വരാത്ത ഒരു സംഘടന വോട്ട് കിട്ടുക എന്ന് പറഞ്ഞ വലിയ കാര്യം തന്നെയാണ്. പോട്ടെ, എന്തായാലും നമ്മൾ കണക്ക് കൂട്ടുമ്പോൾ രമ്യ ഹരിദാസിൻ്റെ വിജയം അവിടെ സുനിശ്ചിതമാണ് എന്നാണ് ഈ റാഷിദിൻ്റെ വിലയിരുത്തൽ. വളരെ നേരിയ വോട്ടിന് ജയിക്കുമെന്നാണ്. പക്ഷേ LDF ഒരു കാരണവശാലും ഇത് അംഗീകരിക്കാൻ തയ്യാറല്ല. LDF ഗംഭീര വിജയം നേടുന്നതാണ്. 10,000-ലധികം വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ UR പ്രദീപ് LDF സ്ഥാനാർത്ഥി വിജയിക്കുമെന്ന് തന്നെയാണ് LDFിൻ്റെ കണക്കുകൂട്ടൽ. അവരെ വോട്ടിംഗ് കഴിഞ്ഞതിന് ശേഷം സാധാരണ പ്രാദേശികമായി പ്രവർത്തകരുടെ ഇടയിൽ നിന്ന് കിട്ടുന്ന റിപ്പോർട്ടുകളൊക്കെ വെച്ച് വിലയിരുത്തുമ്പോൾ അവർ കൂട്ടിയും കിഴിച്ചും കൂട്ടിയും മറിച്ചും തിരിച്ചും കൂട്ടിയിട്ടും അവർ പറയുന്നത് 10,000 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ പ്രദീപ് ജയിച്ചിരിക്കും എന്ന് തന്നെയാണ്. അതിന് കണക്കുകൾ അവർ പറയുന്നുണ്ട്. അവർ പറയുന്ന കണക്കെന്ന് പറഞ്ഞാൽ പിന്നെ 39,400 വോട്ട് ഭൂരിപക്ഷത്തിലാണ് കഴിഞ്ഞ തവണ K രാധാകൃഷ്ണൻ അവിടെ വിജയിച്ചത്. 39,400 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ. അത്ര ഗംഭീര ഭൂരിപക്ഷമാണ് രാധാകൃഷ്ണൻ പിടിച്ചത്. ആ രാധാകൃഷ്ണൻ പിടിച്ചതിൻ്റെ അത്രയും ഭൂരിപക്ഷം കിട്ടിയില്ലെങ്കിൽ പോലും അതിൻ്റെ പകുതിയായി ആയാൽ പോലും വിജയിക്കും എന്നാണ് LDFിൻ്റെ കണക്കുകൂട്ടൽ. പക്ഷേ അതിനകത്ത് മറ്റൊരു കണക്കും കൂടെ നമ്മൾ നോക്കാനുണ്ട്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ചേലക്കര നിയോജക മണ്ഡലത്തിൽ സഭയിൽ മത്സരിച്ചതും ഈ രമ്യ ഹരിദാസാണ്. അപ്പോൾ രമ്യ ഹരിദാസ് അവിടെ മത്സരിക്കുമ്പോൾ ചേലക്കര നിയോജക മണ്ഡലത്തിൽ K രാധാകൃഷ്ണൻ്റെ ഭൂരിപക്ഷം എന്ന് പറയുന്നത് 5,173 വോട്ട് മാത്രമാണ്. സ്വന്തം മണ്ഡലത്തിൽ, സ്വന്തം നിയോജക മണ്ഡലത്തിൽ 39,400 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ ജയിച്ച രാധാകൃഷ്ണൻ ലോക്സഭയിൽ വീണ്ടും ആ മണ്ഡലത്തിൽ മത്സരിക്കുമ്പോൾ കുത്തനെ ഇടിഞ്ഞിട്ട് 5,173 വോട്ടുകൾ മാത്രമാണ് K രാധാകൃഷ്ണന് ലഭിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഭൂരിപക്ഷം, ഇത്രയും ഭൂരിപക്ഷം ചേലക്കരയിൽ രമ്യ ഹരിദാസിനെ പിടിച്ച് താഴ്ത്തിക്കൊണ്ടുവരാൻ കഴിയുമെങ്കിൽ ഇപ്പോൾ പിന്നെ പിണറായി വിജയൻ വിരുദ്ധ, സർക്കാർ വിരുദ്ധ വോട്ടുകളും അതുപോലെ PP ദിവ്യ വിഷയങ്ങളും
അത് കഴിഞ്ഞിട്ട് ഉണ്ടായിരിക്കുന്ന പല സംഭവങ്ങളും, പാലക്കാട് ഉണ്ടായിരിക്കുന്ന സംഭവങ്ങൾ, അങ്ങനെ ചേലക്കരയിലുണ്ടായ സംഭവങ്ങൾ, ഇങ്ങനെ പലതും വെച്ച് കണക്ക് കൂട്ടുമ്പോൾ, ഒരുപാട് വിഷയങ്ങൾ വെച്ച് കണക്ക് കൂട്ടുമ്പോൾ, ഈ പിന്നെ പെട്ടി വിവാദം, അങ്ങനെ ഒരുപാട് വിഷയങ്ങളുണ്ട്. ഇതെല്ലാം വെച്ച് കണക്ക് കൂട്ടുമ്പോൾ രമ്യയ്ക്ക് ഈ 5173 വോട്ടും കൂടി പിടിച്ചിട്ട് ബാക്കിയും കൂടി പിടിക്കാൻ കഴിയും എന്നാണ് UDF കേന്ദ്രങ്ങൾ കരുതുന്നത്. ഇപ്പോൾ റാഷിദിന്റെ കണക്കും കൂടെ വെച്ച് നോക്കുമ്പോൾ ഏകദേശം UDF ക്യാമ്പുകൾക്ക് വളരെ ആത്മവിശ്വാസമുണ്ട്. അവരല്ലെങ്കിൽ ആത്മവിശ്വാസത്തിലാണെന്നാണ് അവർ പറയുന്നത്. പക്ഷേ റാഷിദിന്റെ കണക്കും കൂടി വന്നപ്പോൾ ആത്മവിശ്വാസം കൂടിയിട്ടുണ്ട്. എന്തായാലും രമ്യ ഹരിദാസ് റാഷിദ് പറയുന്നത് 1000-ലധികം വോട്ടിന്, 1500-ലധികം വോട്ടിനെങ്കിലും നേരിയ ഭൂരിപക്ഷത്തിൽ ജയിക്കുമെന്നാണ്. പക്ഷേ അതിനേക്കാൾ ഉപരി നല്ല വോട്ടിൽ ജയിക്കുമെന്നാണ് UDF കേന്ദ്രങ്ങളും വിലയിരുത്തുന്നത്. പക്ഷേ LDF വിട്ടുകൊടുക്കാൻ തയ്യാറല്ല. UR പ്രദീപ് അങ്ങനെ മോശമായി തോൽക്കില്ല, കൃത്യമായിട്ട് വിജയിക്കുമെന്ന് തന്നെയാണ് LDFിൻ്റെ കണക്കുകൂട്ടൽ.